നമസ്കാരം. വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലെയും NDA സഖ്യകക്ഷികളിൽ പൊട്ടിത്തെറികൾ ഇപ്പോൾ രൂക്ഷമാവുകയാണ്. ബില്ല് പാസ്സാക്കിയതിന് തൊട്ടു പിന്നാലെ ബീഹാറിലെ നിതീഷ് കുമാറിന്റെ 5 നേതാക്കളാണ് പാർട്ടി വിട്ടത്. മുതിർന്ന നേതാക്കളായിട്ടുള്ള മുഹമ്മദ് കാസിം അൻസാരി, മുഹമ്മദ് നവാസ് മാലിക്, തബ്രൈ സിദ്ദിഖി അലി, ദിൽഷൻ റൈൻ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പാർട്ടി വിട്ടത്. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് കരുതിയ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ വിശ്വാസമാണ് ബില്ലിനെ പിന്തുണച്ചതിലൂടെ പാർട്ടി തകർത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. പാർട്ടിയുടെ നീക്കം തങ്ങളെ നിരാശരാക്കിയെന്നും ഈ ഒരു ബില്ല് തങ്ങളുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഈ ബില്ല് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെയാണെന്നും അതോടൊപ്പം തന്നെ ഒരു സാഹചര്യത്തിലും തങ്ങൾക്കിത് അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നും ഈ ബില്ല് ഭരണഘടനയുടെ പല അടിസ്ഥാന അവകാശങ്ങളെയും ലംഘിക്കുന്നുവെന്നും ഈ ബില്ലിലൂടെ ഇന്ത്യൻ മുസ്ലിമുകൾ അപമാനിക്കപ്പെട്ടുവെന്നും നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ടിക്കോ ഇത് മനസ്സിലാകില്ല, ഞങ്ങളുടെ ജീവിതത്തിലെ നിരവധി വർഷങ്ങൾ പാർട്ടിക്ക് നൽകിയതിൽ ഞങ്ങളിപ്പോൾ ഖേദിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് നിതീഷ് കുമാറിന് ഈ നേതാക്കൾ രാജിക്കത്ത് അയച്ചിരിക്കുന്നത്. ഈ വർഷം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു നീക്കം കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുമെന്നുള്ളത് ഉറപ്പാണ്. വളരെ വൈകാതെ തന്നെ JDU-വിൽ നിന്ന് കൂടുതൽ നേതാക്കൾ രാജിവെക്കുമെന്നുള്ള സൂചനകളും ഈ നിമിഷം ഇപ്പോൾ ഈ പുറത്തേക്ക് പോയ നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ നേതാക്കളെ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെടുത്താൻ പപ്പു യാദവ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂനപക്ഷ സ്നേഹം കാണിച്ചുകൊണ്ട് ബീഹാറിൽ ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ തനി നിറം പുറത്തു വന്നിരിക്കുകയാണ്. JDU-വിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നേതാക്കളും പ്രവർത്തകരും ഒറ്റപ്പെടില്ല എന്നുള്ള കാര്യം പപ്പു യാദവ് തുറന്നു പറയുകയാണ്. ഇതോടുകൂടി നിതീഷ് കുമാറിൻ്റെ യുഗം അവസാനിക്കുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം എന്നുള്ളതാണ് പപ്പു യാദവ് പറയുന്നത്. എന്തായാലും ബില്ലിനെ അനുകൂലിച്ചതിൽ വലിയ തിരിച്ചടി നിതീഷ് കുമാറിനെ കാത്തിരിക്കുന്നുണ്ട് എന്നതാണ് സത്യം. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇനിയും കൂടുതൽ നേതാക്കൾ JDU വിട്ടാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാരമായി തന്നെ അവരെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. BJP-ക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ കൂടുതൽ ന്യൂനപക്ഷ പിന്തുണകൾ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുമായി തന്നെ പ്രതിപക്ഷം രംഗത്തിറങ്ങിയിട്ടുണ്ട്. വഖഫിൽ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു നിന്നാൽ 25 നിയമസഭാ സീറ്റുകളിലെങ്കിലും JDU-വിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമാകും. 6 മാസങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD-ക്കൊപ്പം BJP-യും നിതീഷ് കുമാറിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഇതുപോലെ തന്നെ ഇതിന് സമാനമായി ഏക്നാഥ് ഷിൻഡെയെ പുറത്താക്കിയതുപോലെയുള്ള ഒരു ദുർവിധിയാണോ ശരിക്കും നിതീഷ് കുമാറിന് കാത്തിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ നോക്കിക്കാണുന്നത്. അതുമാത്രമല്ല, ന്യൂനപക്ഷ വോട്ടുകൾ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ പതനം ഉറപ്പാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം JDU-വിനെ മുസ്ലിം മതവിശ്വാസികളുമായി അടുപ്പിച്ച് നിർത്തിയിരുന്ന നേതാക്കന്മാരാണ് ഇപ്പോൾ ഈ ഒരു വഖഫ് ബില്ലുമായി പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത്. എന്തായാലും പാർലമെൻറ്റിൽ ഇരുസഭകളും ഈ ബില്ല് പാസ്സാക്കിയതും രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകിയതും വഖഫ് ബില്ലിനെ ചൊല്ലിയുള്ള തർക്കം ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും NDA മുന്നണിയെ അലട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.